ചാപ്റ്റർ 8 ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ് ഇതിനകത്തുള്ളത്. മോർ ഓൺ ലീനിയർ സിസ്റ്റം ആൻഡ് ഇൻവേർട്ടിബിൾ മെട്രിക്സ്. സോ മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണ് നമ്മളെപ്പോഴും കണ്ടു. എൻ ക്രോസ് എൻ മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ 0 ആണെങ്കിൽ ഒരു ഇൻവേർട്ടിബിൾ ആയിരിക്കും മെട്രിക്സ് അല്ലേ. ഇനി നമുക്കറിയാം ലീനിയർ സിസ്റ്റം ആണെന്ന് വെച്ചാൽ ഒരു ലീനിയർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അതിന് സീറോ സൊല്യൂഷൻ ഹാസ് എ 0 1 ഓർ ഇൻഫിനിറ്റി മെനി സൊല്യൂഷൻസ് അല്ലേ. ഓക്കെ, ഇനി ആ സിസ്റ്റം ഇൻവേർട്ടിബിൾ സെറ്റപ്പ് ഉണ്ടെങ്കിൽ എന്താണെന്ന് പറയാം. ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഹാസ് എ തിയറമാണ് 8.1 തിയറം. A system of linear equations has a 0, 1 or infinitely many solutions. There are no other possibilities. Okay, ഒന്നെങ്കിൽ സൊല്യൂഷൻ ഉണ്ടാവാതിരിക്കുക, അല്ലെങ്കിൽ യൂണിക് സൊല്യൂഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാവുക. ഓക്കെ, ഇറ്റ് ഈസ് Ax equal to B as a metric representation of given system, and for the system of linear equations exactly one of the following true. System has no solution, system has exactly one solution, or system has more than one solution. Hence proof will be complete if we can prove that the system has infinitely many solutions. അതായത് ഒരു സൊല്യൂഷനും ഇല്ലാച്ചാൽ ഒന്നും പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യാനില്ല അതിനകത്ത്. സിറ്റുവേഷൻ നമ്മൾ കണ്ടതാണ്. എക്സാക്ട്ലി വൺ ആയിട്ട് സൊല്യൂഷൻ സിസ്റ്റം നമ്മൾ സിസ്റ്റം കണ്ടിട്ടുണ്ട്. സിസ്റ്റത്തിന് ഒന്ന് കൂടുതൽ സൊല്യൂഷൻസ് ഉള്ളത് കണ്ടിട്ടുണ്ട് സെക്ഷൻസ്, പക്ഷേ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി അതിനകത്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചെയ്യണത്. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു ബി ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, എന്നിട്ട് x1 x2 സൊല്യൂഷൻ ആണെങ്കിൽ നമുക്കൊരു പുതിയ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ? x1 മൈനസ് x2 എന്ന് പറഞ്ഞിട്ട്. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണേ. x1 മൈനസ് x2 എടുത്താൽ a ഓഫ് x0 എന്താ വരിക? a ഓഫ് x1 മൈനസ് x2 അല്ലേ. ലീനിയർ ആയതുകൊണ്ട് ax1 മൈനസ് ax2 ആയിരിക്കും. ax1ഉം b ആണ്, ax2ഉം b ആണ്. സോ b മൈനസ് b 0 ആണ്. ദറ്റ് ഈസ് x1 x2 സൊല്യൂഷൻ ആണെങ്കിൽ ഡിഫറൻസ് എടുത്താലും എന്തായിരിക്കും എൻ്റെ സൊല്യൂഷനായി മാറും. അതുപോലെ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്താലും എന്തായി മാറും? ഓട്ടോമാറ്റിക്കലി 0 ആയി മാറും. കാരണം ax1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ax1 പ്ലസ് kx0. ഓക്കെ, ax1 പ്ലസ് kx0 ആണ്. സോ ax1 പ്ലസ് k ഇൻറ്റു ax0 ആണ്. ax0 എന്ന് പറഞ്ഞാൽ 0 ആണെന്ന് അറിയാം നമുക്ക്. പക്ഷേ ax എന്താണ്? ax1 എന്ന് പറഞ്ഞാൽ b ആണ്. ദറ്റ് ഈസ് ഇയാളും x1 പ്ലസ് kx0 എന്തായി മാറി സൊല്യൂഷനാണ് ആ സിസ്റ്റത്തിൻ്റെ അല്ലേ. ഈ x0 സൊല്യൂഷൻ അല്ല, ax0 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 0 ആണ്. അത് കേർണലിൽ ഒരു പോയിന്റ് ആണ്. ഓക്കെ, ആ പോയിന്റ് ഹെൽപ്പ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, പിന്നെ ആ പോയിന്റിൻ്റെ ഹെൽപ്പോട് കൂടി ഏത് ലീനിയർ കോമ്പിനേഷൻ എടുത്താലും ഇങ്ങനെ x1 പ്ലസ് kx0 എടുത്താലും എന്തുണ്ടായി? അതിൽ a അപ്ലൈ ചെയ്തിട്ടാണ് b എന്ന് കിട്ടുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് k ആർബിട്രേറ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് വെക്ടേഴ്സിൻ്റെ എണ്ണം കൂടി കുറേ കിട്ടും അല്ലേ. ഹെൻസ് ഫോർ എനി സ്കാലർ k x1 പ്ലസ് kx0 ഇസ് എ സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ സിസ്റ്റം. സോ ദറ്റ് ഇതിൻ്റെ അർത്ഥം എന്താ? k എന്ന് പറയുന്നത് ആർബിട്രറി ഇൻഫൈനറ്റ്ലി മെനിയാണ് ഉള്ളത്. സോ ഓട്ടോമാറ്റിക് എന്താണ്? നമുക്ക് എത്ര വേണമെങ്കിൽ ഇതുപോലത്തെ x1 പ്ലസ് kx0 കണ്ടുപിടിക്കാം അല്ലേ. സോ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായി. ഓക്കെ, സോൾവിങ് എ ലീനിയർ സിസ്റ്റം ബൈ മെട്രിക്സ് ഇൻവേർഷൻ. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? 8.2 തിയറം. If A is invertible n cross n matrix, then for each n cross n matrix B, the system Ax equal to B has exactly one solution, namely x equal to A inverse B. അതായത് Ax equal to B എന്ന സിസ്റ്റത്തിൻ്റെ A ഇൻവേർട്ടിബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഇൻവേഴ്സ് കൊണ്ട് രണ്ട് സൈഡിൽ ചെയ്യാം അല്ലേ. ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ എന്തുണ്ടാവും? A ഇൻറ്റു A ഇൻവേഴ്സ് B ഈക്വൽ ടു A ഇൻറ്റു A ഇൻവേഴ്സ് ഇൻറ്റു B അല്ലേ. സോ അത് ഐഡൻറ്റിറ്റി B ആയി മാറും. ദാറ്റ് ഈസ് x ഈക്വൽ ടു A ഇൻവേഴ്സ് B എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏത് സൊല്യൂഷൻ ആയിരിക്കും? Ax ഈക്വൽ ടു ബിയുടെ ഒരു സൊല്യൂഷൻ ആയിരിക്കും അല്ലേ. ദിസ് ഈസ് ദി ഓൺലി സൊല്യൂഷൻ. എന്തുകൊണ്ടാണ് യൂണിക് സൊല്യൂഷൻ എന്ന് പറയാൻ കാരണം എന്താ? വേറെ ഏതെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ സൊല്യൂഷൻ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? ആ വീണ്ടും x0 ഈക്വൽ ടു ബി ആണെങ്കിൽ വീണ്ടും A ഇൻവേഴ്സ് കൊണ്ട് രണ്ട് സൈഡും ചെയ്താൽ എന്തായി മാറും? x0 ഈക്വൽ ടു എന്തെന്നെ വരണം? A ഇൻവേഴ്സ് B തന്നെ വരണം. x ഈക്വൽ ടു ബി, x0 ഈക്വൽ ടു ബി ആണെങ്കിൽ A ഇൻവേഴ്സ് കൊണ്ട് രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ x0 ഈക്വൽ A ഇൻവേഴ്സ് B തന്നെ വരും. ദറ്റ് ഈസ് ആ സൊല്യൂഷൻ യൂണീക്ക് ആണ്. സോ Ax ഈക്വൽ ടു B എന്ന് പറഞ്ഞ സിസ്റ്റം A ഇൻവേർട്ടിബിൾ ആണെങ്കിൽ യൂണീക്ക് സൊല്യൂഷനേ ഉള്ളൂ. ആരാത്? x0 ഈക്വൽ ടു A ഇൻവേഴ്സ് B അല്ലെങ്കിൽ x ഈക്വൽ ടു A ഇൻവേഴ്സ് B ആണ്. Now solve the following system of linear equation by finding inverse of the coefficient matrix. നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നതിന് മുമ്പൊക്കെ. സോ നമ്മൾ ചെയ്യുന്നു എങ്ങനെയാണ്? സിസ്റ്റം തന്നിട്ടുണ്ട് -x1 3x2 3x1 4 x1 പ്ലസ് x2 മൈനസ് x3 8. സിസ്റ്റം തന്നിട്ടുണ്ട് 4 cos 4 മെട്രിക്സ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ x ഈക്വൽ ടു B എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോഎഫിഷ്യൻസ് എഴുതിയിട്ട് നമ്മൾ മെട്രിക്സ് എഴുതി. മെട്രിക്സ് ഈ രൂപത്തിലുള്ളത് 1 - 3 3 1 1 1 0 0 2 5 2 3 -1 1 0. x1 x2 x5 ആണ്. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പോഴത്തെ കോഎഫിഷ്യൻസ്, അതായത് ലാസ്റ്റ് വരുന്ന ആൾക്കാർ അല്ലേ. റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന 4 8 4 8. സോ A ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ തൊട്ടുമ്പത്തെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അല്ല. എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് A ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന പരിപാടി ചാപ്റ്റർ 7 ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് യൂസ് ചെയ്യണം. എങ്ങനെയാണ് ഇതിൻ്റെ നമ്മളതിനകത്ത് ഇവിടെ A എഴുതുക അല്ലേ.
ഇവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് എഴുതുക, ഇവിടെ എ എഴുതുക, എന്നിട്ട് ഇവിടെയുള്ള എന്ത് ചെയ്യുക, ഈ തന്നിരിക്കുന്ന മെട്രിക്സിനെ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലേക്ക് ആക്കാൻ നോക്കുക. ആ സമയത്ത് ഈ മെട്രിക്സിൽ വരുന്ന മാറ്റമാണ് എന്ത് എക്സാക്ട്ലി ആരായി മാറണത്, ഇവിടെ നമ്മൾ ഐ ആക്കി മാറ്റും. അപ്പോൾ ഇവിടെ കിട്ടുന്ന ആളാണ് എന്ത് എയുടെ ഇൻവേഴ്സായി മാറാൻ പോകുന്നത്. ഇവിടെ എയുടെ ഇൻവേഴ്സ് ഉണ്ടായി വരും. അതിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നമ്മൾ R1 goes to R2 എടുത്തു, R1 goes to -R1 എടുത്തു. സോ R1 എന്തായാലും അറിയുന്നത് മൊത്തം മൈനസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ മൈനസ് മൾട്ടിപ്ലൈ ചെയ്ത് അത് -1 0 0 എന്നായി മാറി. ഇനി അടുത്ത് എന്താ ചെയ്തിട്ടുള്ളത്, R2 goes to R2 - R1 എടുത്തിട്ടുണ്ട്, R3 goes to R3 - 2R1 എടുത്തിട്ടുണ്ട്, R4 goes to R4 + R1 എടുത്തിട്ടുണ്ട് അല്ലേ. സോ അതിനനുസരിച്ച് ഇവിടെ മാറ്റങ്ങൾ വരുത്തി, ആ തന്നിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് വരുത്തിയിട്ട്, സോ മെയിൻ ട്രാൻസ്ഫോർമേഷൻസ് ഇവിടെയും വരുത്തുക. എന്തൊക്കെ മാറ്റങ്ങളാണോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആ മാറ്റങ്ങൾ എവിടെയും വരുത്തുക, ഈ തന്നിരിക്കുന്ന ഈ മെട്രിക്സിലും വരുത്തുക. എന്നിട്ട് ഈ മെട്രിക്സ് നമ്മൾ എന്തിലോട്ട് മാറ്റിയെടുക്കും, ഐഡൻറ്റിറ്റി മെട്രിക്സിലോട്ട് മാറ്റിയെടുക്കും. സോ എന്തൊക്കെയാണ് ചെയ്യണം അതുപോലെ തന്നെ ചെയ്യുക. ഇവിടെ R1 goes to R1 - 3R2 R3 + അപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ള മെട്രിക്സ്, പുതിയ മെട്രിക്സ്. ഈ മെട്രിക്സ് എങ്ങനെ വന്നിട്ടില്ല, ഈ രൂപത്തിൽ വന്നിട്ടുണ്ട് അല്ലേ. ഇതിനെന്താ ചെയ്ത് നമ്മൾ ഇനി R2 goes to -1/2 R2 ചെയ്തു. അടുത്തതിൽ R1 goes to 3R2 R3 goes to 11R2 R4 goes to R4 - 4R2. സോ ഈ മാറ്റങ്ങൾ വരുത്തി പോണു. നമ്മൾ എന്തുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണേ, ഒരു ഇൻവേഴ്സ് മെട്രിക്സ്, ഒരു റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം ഉണ്ടാക്കാനാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ എക്സാക്ട്ലി ഉണ്ടാക്കണം. സോ ഈ സ്റ്റേജിൽ എന്തെങ്കിലും ഓട്ടോമാറ്റിക്കലി ഈ സ്റ്റേജിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതാണ് രൂപം വരുന്നത്. 1 0 0 -1/2 0 1 0 1/3 0 0 1 -1/6 0 0 1 ആണ്. ഈ 1ന് ഹെൽപ്പ് ഉണ്ട്. 1ന് ഈ മുകളിലുള്ള ആൾക്കാർ കൂടി എന്താക്കണം, 0 ആക്കി മാറ്റണം. സോ അതിനനുസരിച്ച് രീതിയിൽ മൈനസ് ചെയ്യണം അല്ലെങ്കിൽ ആഡ് ചെയ്യണം. സോ ഇവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയി. അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇവിടെ കിട്ടിയാൽ നമ്മൾ എന്താ പറയുന്നത്, ഈ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി എന്തായിരിക്കും, എയുടെ ഇൻവേഴ്സ് ആയിരിക്കും. സോ എ ഇൻവേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ എ ഇൻവേഴ്സ് ഇൻറ്റു എന്ത് നമ്മൾ ചെയ്യുക, എ ഇൻവേഴ്സ് ഇൻറ്റു ബി ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, x = a ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ്. സോ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണു, ഇയാളെ ഇൻറ്റു ഇയാളെ ഇൻറ്റു വീണ്ടും ഇയാൾ അങ്ങനെ ചെയ്ത് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടും. ഈ ആൻസർ കിട്ടി. ഇപ്പം ഇങ്ങനെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാര്യം മാത്രം സിസ്റ്റം ചെക്ക് ചെയ്യുക, ആ സൊല്യൂഷൻസ് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്തിട്ട് ശരിയല്ലെന്ന് ഒന്നും ഉറപ്പ് വരുത്തുക. നമ്മൾ ചെയ്ത് ഇൻവേഴ്സിൽ എവിടെയെങ്കിലും ഒരു ചെറിയ കാൽക്കുലേഷനിൽ തെറ്റ് വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, 1-2 പ്രോബ്ലം സ്വന്തമായി ചെയ്യണം, എന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, നമുക്ക് ആ സ്പീഡും കാര്യങ്ങളും കിട്ടുള്ളൂ. Now 8.2 the linear system with a common coefficient matrix. സോ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു സിസ്റ്റം തന്നെ, ആ സിസ്റ്റത്തിന് ഡിഫറെൻറ്റ് BIs വരുന്ന രീതിയിൽ വരിക. അപ്പോൾ AX1 = BI വരിക, AX2 B വരിക, AX3 B വരിക, AX = BK വരിക. എന്നുവെച്ചാൽ ഇവിടെ BI വാല്യൂസ് ആണ് മാറണത്, ആര് മാറുന്നില്ല, A എന്ന് പറഞ്ഞ മെട്രിക്സ് മാറുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവരെ സെപ്പറേറ്റ് സോൾവ് ചെയ്യുന്നതിന് പകരം ഒറ്റയടിക്ക് സോൾവ് ചെയ്തുകൂടെ എന്നുള്ളതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. x1 എന്നത് എക്സ് A ഇൻവേഴ്സ് B ആണ്, A ഇൻവേഴ്സ് B2 ആണ്, A ഇൻവേഴ്സ് B3 ആണ്, x A ഇൻവേഴ്സ് BK ആണ്. സോ നമുക്ക് ഈ രൂപത്തിൽ ആ മെട്രിക്സിനെ നമ്മൾ എഴുതണം. അതായത് മെട്രിക്സ് A എഴുതിയിട്ട് എയുടെ ഫസ്റ്റ് സൈഡിൽ ആര് എഴുതണം, നമ്മൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ B1ൻ്റെ വെക്ടർ എഴുതണം, അടുത്തത് B2ൻ്റെ വെക്ടർ എഴുതണം, എക്സെട്ര BKയുടെ വെക്ടർ എഴുതണം. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ക്ലാരിറ്റി എത്തിക്കാം, റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം എത്തിക്കാനാണ് നോക്കുന്നത്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. സോ ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ സിമുൾട്ടേനിയസ്ലി. സോ ഇവിടെ 2 സിസ്റ്റം എടുത്തിട്ടുണ്ട്. ഇതാണ് 2 സിസ്റ്റം തന്നിട്ടുള്ളത് അല്ലേ. ഇവിടെ ആരെ നോക്കുക, ഇവിടെ ഈ ആൾക്കാർ മാറിയിട്ടില്ല. ആരാ മാറിയിട്ടുള്ള ഈ വാല്യൂസ് 962 -4 33 ആണ് മാറിയിട്ടുള്ളത്. ആരും മാറിയിട്ടില്ല. A എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നെയാണ് 2 സ്ഥലത്തും. 2 -1 3 1 1 1 1 -1 1 തന്നെയാണ് അതിൻ്റെ കോയിഫിഷ്യൻ്റ് 2 മെട്രിക്സുകളിലും. ഈ 2 മെട്രിക്സുകളിലെയും കോയിഫിഷ്യൻസിൽ മാറ്റമൊന്നും വന്നിട്ടില്ല, സെയിം ആണ്. സോ ഈ 2 മെട്രിക്സ് നമ്മൾ ഇങ്ങനെ എഴുതും, A = ആരാ, X = ആരാ, B1 ആരാ, B2 ആരാന്ന് എഴുതി 2നും ഒരുമിച്ചായിട്ടുള്ള ഒരു ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഉണ്ടാക്കണം. അപ്പോൾ എങ്ങനെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഉണ്ടാക്കിയിട്ടില്ലെന്ന് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ A ആണ്, ഇത് നമ്മുടെ ഫസ്റ്റത്തെ B1 ആണ്, ഇത് നമ്മുടെ B2 ആണ്. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇടയിലൊരു വര വരച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ ഐഡൻറ്റിഫൈ അറിയാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മളൊരു വര വരച്ചാൽ നമുക്ക് സൗകര്യമായിരിക്കും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെന്ത് ചെയ്യണം, നമ്മൾ അതിനെ റോ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഉണ്ടാക്കണം, അല്ല റെഡ്യൂസ്ഡ് ഓഗ്മെൻറ്റഡ് ഫോം എത്തിക്കണം. സോ എന്ത് ചെയ്യണം,
എന്തൊക്കെ എത്തിക്കാൻ പോകണം ശ്രദ്ധിക്കുക. എന്ത് നമ്മൾ ചെയ്യേണ്ടത്, അതിനെ ഏത് രൂപത്തിലോട്ട് എത്തിക്കണം, നമ്മുടെ റെഡ്യൂസ്ഡ് റോ ഇക്വലം ഫോമിലേക്ക് എത്തിക്കണം. ഗോസ് ജോർദാൻ എലിമിനേഷൻ മെത്തേഡ്. ഓക്കെ, സോ നമുക്ക് 1 ഫസ്റ്റ് വരാൻ താല്പര്യം. സോ ഈ റോ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്തു, ഈ രണ്ടാൾക്കാരെ ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് 1 -1 1 1 1 6 3 2 -1 3 9 -4 1 1 1 1 -1 1 2 -3 എന്ന രീതിയിൽ വരുത്തി. ഇനി നമുക്ക് മൈനസിൻ്റെ അവിടെ മൈനസ് ചെയ്ത് തുടങ്ങുന്നു. ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ഫസ്റ്റ് റോ ഇസ് ലീഡിങ് 1 ആക്കി, ആഡിങ് -2 ടൈംസ്. അപ്പോൾ ഈ 2 ഇവിടെ എന്താക്കണം, ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ രണ്ടാൾക്കാർ എന്താക്കണം, 0 ആക്കി മാറ്റണം. അതിനെന്താ ചെയ്യാൻ പറ്റുക, 2 വെച്ച് ഫസ്റ്റ് റോനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സെക്കൻഡ് റോന്ന് മൈനസ് ചെയ്യുക. അതുപോലെ തേർഡ് റോന്ന് ഫസ്റ്റ് റോനെ മൈനസ് ചെയ്യുക. അല്ല, ഇവിടെ സൈഡിൽ എഴുതിയിട്ടില്ല, അതാണ് ചെയ്യുന്നത്, ഇവിടെ എഴുതിയിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, സോ ഇത് മൈനസ് ചെയ്യണം. സോ 1 ഇവിടെ 0 0 നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. ഇനി നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, 1 വരുത്തണം അല്ലേ. നമ്മൾ എന്ത് മാറ്റങ്ങളാണോ അവിടെ വരുത്തുന്നത്, ആ മാറ്റങ്ങൾ ആർക്കും വരുന്നുണ്ട്, ഈ B1ഉം B2ഉം വരുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മൾ സെക്കൻഡ് റോനെ -1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, കാരണം നമുക്ക് ഈ -3നെ 1 ആക്കി മാറ്റണമായിരുന്നു, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ നമുക്ക് ഈ രൂപത്തിലോട്ട് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഈ 1ൻ്റെ മുകളിലുള്ള ഇയാൾ 0 വരണം, നമുക്ക് ഇയാളും 0 വരണം അല്ലേ. So now the second element of the second row is leading 1. Adding 2 times to the second row to the third row we get താഴെയുള്ള ആൾ എന്താക്കി മാറ്റിയിട്ടുണ്ട്, 0 ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണേ, നമുക്ക് തേർഡ് റോയിൽ ഇവിടെ ലാസ്റ്റ് സ്റ്റാർട്ടിങ് ആൾ -2/3 ആയി. സ്റ്റെപ്പ് വൈസ് ചെയ്യണം. അതുകൊണ്ടാണ് ഇപ്പം ഇവിടുത്തെ 1നെ കളഞ്ഞിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് കളയാം ഇപ്പോൾ തന്നെ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് മൂവ് ചെയ്തിട്ട് കളയാം. ഓക്കെ, ഇവിടെ -2/3 ആണ്. സോ ഇവിടെ 1 ആക്കാൻ വേണ്ടി തന്നെ -3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ എന്തായി മാറി, ഇവിടെ ഡയഗണലെല്ലാം 1 വന്നിട്ടുണ്ട്, ഇവിടെ താഴെ വരുന്നതൊക്കെ 0 ആയി പോയിട്ടുണ്ട്. ഇനി ഈ ആളെ 0 ആക്കണം, ഈ ആളെ 0 ആക്കണം, ഈ ആളെ 0 ആക്കണം. ഓക്കെ, അതിനനുസരിച്ച് നമ്മൾ മൾട്ടിപ്ലൈ ആഡ് ചെയ്യുന്നു. സോ നമുക്കിവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സിലോട്ട് എത്തുന്നു. ഐഡൻറ്റിറ്റി മെട്രിക്സ് എത്തുന്ന സമയത്ത് ഇവിടെ എത്തിയിട്ടുള്ള ആൾ ഇവിടെ എത്തിയിട്ടുള്ള ആളാണ് എന്ത് എക്സാക്ട്ലി, ഇതാണ് നമ്മുടെ B1 രണ്ട് സിസ്റ്റത്തിൻ്റെയും സൊല്യൂഷൻസ് ആയിട്ട് മാറുന്നത്. ഇറ്റ് ഫോളോസ് ഫ്രം ദ ലാസ്റ്റ് 2 കോളംസ് ഓഫ് സൊല്യൂഷൻസ് ഓഫ് സിസ്റ്റം എ എന്ന് പറയുന്നത് ആരാ, x = 1, y = 2, z = 3 ആണ്. ഓക്കെ, സൊല്യൂഷൻസ് ഓഫ് സിസ്റ്റം x2 എന്ന് പറയുന്നത് ആരാ, 1 3 -1 ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ചെയ്യുന്ന രീതി. അപ്പോൾ രണ്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ തന്നിരിക്കണേ ഇങ്ങനെ എടുക്കുക, എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഇവിടെ എടുക്കുക, B1 എടുക്കുക, B2 എടുക്കുക, ഇവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി B1ൻ്റെയും B2ൻ്റെയും പൊസിഷനിൽ കിട്ടുന്നത് ആ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. B1 B2 B3 എക്സെട്രാ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും റോസിൻ്റെ എണ്ണം കൂട്ടുക, സെയിം പരിപാടി ചെയ്യുക. ഓക്കെ, റോ അല്ല കോളംസിൻ്റെ എണ്ണം കൂട്ടുക, എന്നിട്ട് ചെയ്യുന്ന സെയിം പരിപാടി ചെയ്യുക. ഉത്തരം കിട്ടുമ്പോൾ ആ കോളത്തിൻ്റെ പൊസിഷനിൽ ആ പർട്ടിക്കുലർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക.